മഹാദേവൻ്റെ മുകളിൽ ഒരു ഗുരുനാഥനില്ല. സോഴ്സ് എല്ലാം മനുഷ്യന് വേണ്ടതെല്ലാം മഹാദേവൻ വഴിയാണ് വന്നിട്ടുള്ളത്. പരബ്രഹ്മസ്വരൂപിയായിട്ട് നാരായണൻ ഇരിക്കുന്നു. അതിൻ്റെ മുഴുവൻ റിപ്പോസിറ്ററി അവിടെയാണെങ്കിലും ഭാഗവതം പറയുന്നുണ്ട്, അഹമേവാസമേവാഗ്രേ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനേ പുള്ളൂ, ഞാനേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന, അത് നമ്മൾ കരുതുന്ന മാതിരി ഒരു ചതുർബാഹുവായിട്ടുള്ള രൂപമോ അല്ലെങ്കിൽ കൈലാസത്തിരിക്കുന്ന രൂപമോ അല്ല. ആ സോഴ്സ് മുരുകനിൽ നിന്നാണ് ആസ്ട്രോളജിയുടെ സ്റ്റാർട്ടിങ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഹ്യൂമൻ പ്രാക്ടീസിലുള്ള നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അസ്ട്രോളജേഴ്സൊക്കെ തന്നെ, നമ്മുടെ വേദിക് അസ്ട്രോളജേഴ്സൊക്കെ മുരുകൻ്റെ ഉപാസന ഉണ്ടാവും. കേരള സമ്പ്രദായത്തിൽ നമുക്ക് തർക്കിക്കാൻ ഒരാൾ വേണമെന്നുണ്ട്. അതായത് ജ്യോതിഷം പറഞ്ഞത് അങ്ങനെ വിഴുങ്ങാൻ ശാസ്ത്രം അറിയണ ഒരാൾ അപ്പുറത്തിരുന്ന് തർക്കിക്കണം. ഒരു ദേശപ്പണിക്കരും വേണം, ആ നാട്ടിലത്തെ ഒരു പണിക്കരും വേണം, പുറത്തുനിന്ന് ആര് വന്നാലും. ഇതൊക്കെ എന്തിനാ? പിയർ റിവ്യൂവിന് വേണ്ടി ഉണ്ടാക്കിയതാ. ശരത്തേട്ടാ, ഈ വേദങ്ങൾ നോളജിൻ്റെ ഒരു അൾട്ടിമേറ്റ് ബേസ് ആയിട്ടാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ജ്യോതിഷം അതിലെങ്ങനെയാണ് ഫിറ്റും ചെയ്യുന്നത്? ആ ഒരു ഫ്രെയിം വർക്കിൽ നോക്കുമ്പോൾ ജ്യോതിഷം എവിടെയാണ് ഫിറ്റ് ആവുക? ഓക്കെ, ഞാൻ അത് പറയാം. അതിന് മുമ്പ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. പലരും നമ്മൾ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം വേദങ്ങളാണ് എന്ന രീതിയിൽ പറയാറുണ്ട്. വേദങ്ങൾ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒരു ഭാഗം മാത്രമാണ്. തന്ത്രവും മറ്റ് പദ്ധതികൾക്കൊക്കെ തനതായിട്ടുള്ള നമ്മുടെ നാടൻ സമ്പ്രദായങ്ങൾക്കൊക്കെ അതിൻ്റേതായ പദ്ധതികളുണ്ട്. വേദം മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വേദം ധർമ്മമൂലം എന്ന് പറയും. ധർമ്മത്തിൻ്റെ എന്താ പറയുക, വിത്ത് വേദത്തിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ സമ്പ്രദായമായിട്ട് പറയും. കാരണം വെച്ചാൽ അതിൽ കുറേ നോളജുണ്ട്. അത് ചിട്ടപ്പെടുത്തപ്പെട്ടപ്പോൾ, വേദത്തിനെ ചിട്ടപ്പെടുത്തിയപ്പോൾ, ആ വേദത്തിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ പരിപോഷണത്തിനും വേദം കൊണ്ടു നടക്കുന്നതിനും അത് നമ്മുടെ ഹ്യൂമൻ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 6 സിസ്റ്റങ്ങൾ ഉണ്ടാക്കി. അതിനെയാണ് വേദത്തിന് 6 അംഗങ്ങളുണ്ടെന്ന് പറയും, 6 കോമ്പണൻസ് ഉണ്ടെന്ന് പറയും. അതിനെ ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, കൽപ്പം, ജ്യോതിഷം. അപ്പോൾ ജ്യോതിഷം ഈ 6 കോമ്പണൻസിൽ ഒന്നാണ്. ജ്യോതിഷത്തിനെ കണ്ണായിട്ട് തന്നെ പറയുക. കാരണം ജ്യോതി ശബ്ദം വെളിച്ചമാണ്. വെളിച്ചം ഏത് സെൻസ് കൂടെ കിട്ടുക? കണ്ണു കൂടെ കിട്ടുന്നത്. ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രത്തിനെ കൃത്യമായിട്ട്, വേദത്തിൻ്റെ മന്ത്രത്തിനെ കൃത്യമായിട്ട് ഉച്ചരിക്കാൻ പഠിപ്പിക്കലാണ് അതിൻ്റെ കോർ പരിപാടി. ഉച്ചാരണം തെറ്റരുത്, കറക്റ്റ് പ്രൊനൗൺസിയേഷൻസ് വേണം. നമ്മൾ വേദത്തിലെ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യണം റിച്വൽസിലും ജപത്തിലും കാര്യങ്ങൾക്കും. റിച്വൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടത്. റിച്വൽ ആവശ്യം എന്താ? കോമൺ ഹ്യൂമൻ ഗുഡ്, സൊസൈറ്റിയുടെ ഗുഡ്, നല്ല കന്നുകാലികൾ ഉണ്ടാവാൻ, നല്ല മക്കൾ, ആരോഗ്യമുള്ള മക്കളെ പ്രസവിക്കാൻ, അവർ നന്നായി വളരാൻ, സമ്പത്ത് ഉണ്ടാവും. ഇതിനൊക്കെയാണ് പണ്ടത്തെ കാലത്തെ സൊസൈറ്റികൾ. ആരും ഡേ 1 തൊട്ട് മോക്ഷം അന്വേഷിച്ച് നടന്നിട്ടൊന്നുമില്ല. നമ്മളെ എന്നെയും അശോകനെയൊക്കെ പോലെ സാധാരണ ഗൃഹസ്ഥന്മാർ കൂടെയാണ് സനാതനധർമ്മം വളർന്നത്. ഋഷിമാരൊക്കെ ഗൃഹസ്ഥരായിരുന്നു. അവരിൽ ചെരുപ്പ് കുത്തി മരപ്പണിക്കാരനും നായാട്ടുകാരനും കൊള്ളക്കാരനും ഒക്കെ ഉണ്ട്. എല്ലാത്തരം തൊഴിലുകൾ ചെയ്തൊരു ഡോക്ടേഴ്സ്, ബിഷഗുരന്മാരായിട്ടുള്ളവർ എല്ലാവരും ഉണ്ട്. ആരും കാഷായം ധരിച്ചിട്ട് കാട്ടിൽ പോയിരുന്നിട്ടുള്ള ആൾക്കാരല്ല ഈ പറഞ്ഞ ഐഡിയകളുടെ ഒക്കെ ഋഷികൾ. ഇപ്പോൾ ജ്യോതിഷത്തിൻ്റെ തന്നെ വേദത്തിലുള്ള ഋഷിമാർ തന്നെയാണ് അവരൊക്കെ. പരാശരൻ്റെ ഞാൻ പറഞ്ഞു, ഭൃഗുവിൻ്റെ പറഞ്ഞു, കശ്യപൻ, നാരദ മഹർഷി ജ്യോതിഷത്തിൻ്റെ ഗുരുക്കന്മാരിൽ ഒരാളാണ്. നാരദ മഹർഷി, ഗർഗ മഹർഷി, സാക്ഷാൽ കൃഷ്ണന് പേരിട്ട ആൾ, ഭഗവാന് പേരിട്ട ആ ഗർഗ മഹർഷി, ഇവരുടെ ഒക്കെ ഗ്രന്ഥങ്ങളുണ്ട്. ഇതേമാതിരി തന്നെ ജൈമിനി, യാസ്കൻ തുടങ്ങിയിട്ടുള്ള വൈദിക ഋഷിമാരും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗം കറക്റ്റ് പ്രൊനൗൺസിയേഷന് വേണ്ടിയിട്ടാണ്. വ്യാകരണം എന്ന് പറയുന്നത് ആ മന്ത്രത്തിൻ്റെ സ്ട്രക്ചർ എന്താണ്, വാക്കുകളുടെ ഘടന എന്താണ്, എന്തുകൊണ്ട് ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ വാക്കിൻ്റെ ഘടന മനസ്സിലാവണം. നമ്മൾ പറയില്ല, ഒരു കാര്യം പറയേണ്ട രീതി പറയണം, അല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. കാരണം ഗ്രാമർ എന്ന് പറഞ്ഞത് അതാണ്. അതുകൊണ്ട് വ്യാകരണം. മൂന്നാമത്തത് ഛന്ദസ്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രം പറയേണ്ട താളം. ആ താളം ഇത്ര ശ്വാസത്തിൽ മീറ്റർ എന്ന് നമ്മൾ പറയും. ഇത്ര അക്ഷരമാണ് ഗായത്രി ഛന്ദസ്, അനുഷ്ടുപ് ഛന്ദസ്, ഉഷ്ണിക് ഛന്ദസ്, ബൃഹതി ഛന്ദസ്, ജഗതി ഛന്ദസ്. ഈ ഛന്ദസ് മീറ്ററാണ്. ആ താളത്തിൽ പറയുമ്പോഴാണ് മന്ത്രത്തിൻ്റെ പവർ ഉണ്ടാവുക. നമ്മൾ വെറുതെ ഇപ്പോൾ അമ്മയെ വിളിക്കുമ്പോൾ അമ്മയെ തന്നെ നമ്മൾ പലതരത്തിൽ വിളിക്കും. അമ്മേ പറഞ്ഞു വിളിക്കും, അമ്മേ പറഞ്ഞു വിളിക്കും, അല്ലേ? അമ്മേ പറഞ്ഞു വിളിക്കും. താളം മാറാനനുസരിച്ച് ഭാവം മാറണുണ്ടോ? അതിൻ്റെ കംപ്ലീറ്റ് മീനിങ്ങും മാറും. അതെ. ഇപ്പോൾ ഒരാളിപ്പോൾ ആശ്ചര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ എന്ത് എന്ന് തന്നെ ചോദിക്കണം, അല്ലാണ്ട് എന്ത് എന്ന് ചോദിച്ചാൽ ഇയാളെന്ത് ചാത്തമാരി പറയും. അപ്പോൾ ഇഫക്റ്റ് ഇല്ല. മന്ത്രം വെറും വാക്ക് പറയലും ഉച്ചരിക്കലും മാത്രമല്ല, അതിൻ്റെ താളത്തിൽ അത് പോകുമ്പോഴാണ് മന്ത്രം കിട്ടുക. അപ്പോൾ അതിനാണ് ഛന്ദസ്.
മനസ്സിലായില്ലേ? ഛന്ദസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നിരുക്തമാണ്. നിരുക്തം ഈ വാക്ക്, ഈ വേദത്തിലെ ആ മന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള വാക്ക് എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് ആ വാക്ക് ഉണ്ടായത്, എങ്ങനെയാണ് ആ വാക്കിൻ്റെ കോമ്പണൻസ് ആയിട്ടുള്ള ശബ്ദങ്ങൾ ചേർന്നിട്ടൊരു വാക്കുണ്ടാവുന്നത്. ഇപ്പോൾ ഗുരു, ഗു ഇരുട്ട്, രു തകർക്കുന്നത്, സിമ്പിൾ വാക്കാണ് ഞാൻ പറഞ്ഞത്. അതറിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാവും, നാളെ ഈ മന്ത്രം വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ തെറ്റായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് വരില്ല, ശരിയായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് വരണം. ശാസ്ത്രാധിഷ്ഠിതമായിട്ടുള്ള വ്യാഖ്യാനേ പാടുള്ളൂ, വിശദീകരണേ പാടുള്ളൂ. അതിനാണ് നിരുക്തം. അതിൻ്റെ ചെക്സ് ആൻഡ് ബാലൻസസ് നിരുക്തത്തിലാണ്. അപ്പോൾ ഏതൊക്കെ ശിക്ഷയായി, മറ്റേ വ്യാകരണമായി, ഛന്ദസ്സായി, നിരുക്തായി. ഇനി ഇതിനെ അപ്ലൈ ചെയ്യും. ആ അപ്ലൈ ചെയ്യേണ്ട റൂൾസ് ദൈനംദിന ജീവിതത്തിലും വിശേഷമായിട്ടുള്ള റിച്വൽസിനും, ഇപ്പോൾ ഗണപതി ഹോമം ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നിത്യ അഗ്നിഹോത്രം ചെയ്യുകയാണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കണതിന് മുമ്പ് പറയേണ്ട മന്ത്രമാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ അത് കൽപ്പം. കൽപ്പം പ്രാക്ടിക്കൽ മാനുവലാണ്. ഹൗ അപ്ലിക്കേഷൻ സയൻസാണ്. ആദ്യത്തെ 4 മന്ത്രങ്ങളുടെ മാത്രം ഘടന, കൃത്യമായിട്ടുള്ള ഉച്ചാരണം, അതേപോലെ തന്നെ എന്താ പറയുക, ആ പദഘടന മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ അർത്ഥം മനസ്സിലാക്കാനുള്ള വ്യാകരണം, അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, കൃത്യമായ താളത്തിൽ പറയാനുള്ള പരിശീലനം കൊടുക്കുന്ന ഛന്ദസ്, അതേപോലെ തന്നെ അതിൻ്റെ യഥാർത്ഥ ഒറിജിൻ എന്താണ് അർത്ഥം, എങ്ങനെ തെറ്റായിട്ട് പറയാതിരിക്കാം എന്ന് പഠിക്കണം നിരുക്തം. ഇത്രയും വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്ലിക്കേഷനാണ്, അതാണ് കൽപ്പം. ഇത് അപ്ലിക്കേഷൻ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ഇത് എപ്പോൾ അപ്ലൈ ചെയ്യണം, അതിന് ജ്യോതിഷം. അതുകൊണ്ട് ടൈമിംഗ് ആണ്, ഫോർച്യൂൺ ടെല്ലിംഗ് അല്ല. ടൈമിംഗ് ഓഫ് ആക്ഷന് വേണ്ടിയിട്ടാണ്. ഒരു കാര്യം ചെയ്യണതിന് ഉത്തമമായിട്ടുള്ള സമയം എന്ത്, അതിന് ഇന്ന നിർദ്ദിഷ്ട ഫലം കിട്ടാൻ. അത് നിർദ്ദിഷ്ട ഫലം നെഗറ്റീവ് ആവാം. ഇപ്പം നമുക്കൊരു അമ്പലത്തിൽ ഉത്സവം മുടക്കണം എന്ന് തോന്നുക. ഇപ്പം പണ്ട് ഗുരുവായൂർ ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ ഇന്നും വേഷം കെട്ടിയിട്ട് മുന്നിൽ നിന്നിട്ട് സ്വന്തമാണ്, നമ്മുടെ അമ്പലമാണ്, ഞങ്ങളുടെ പാരമ്പര്യമാണെന്ന് പറഞ്ഞ ആൾക്കാരനെ ചെയ്തിട്ടുള്ള ഒരു സംഭവമുണ്ട്. പണ്ട് ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് കൊടിമരക്കയറ് മുറിച്ചു, ചത്ത കോഴിയെ കെട്ടിത്തൂക്കി. ഒരു 120 കൊല്ലത്തിൻ്റെ മുമ്പുണ്ടായ സംഭവമാണത്. പടയോട്ടത്തിന് ശേഷം സാമൂതിരി നടത്തുന്ന ഉത്സവമാണ്. സാമൂതിരിയുടെ ഉത്സവം കൊളാക്കാൻ അവിടെ ഇന്നും കൊണ്ട് നടക്കുന്ന ഒരാൾക്കാർ ചെയ്തതാണത്. എന്തിനാ അങ്ങനെ ചെയ്തത് വെച്ചാൽ, അത് ചെയ്ത സമയത്ത് ഇനി പുണ്യാഹത്തിനോ വീണ്ടും കൊടി ഉയർത്താനോ പറ്റാത്ത ടൈമിംഗ് നോക്കിയിട്ട് അത്ര ചെയ്തത്. എന്നാലേ ഇത് എപ്പോഴത്തേക്കും കൊളാവുള്ളൂ. പിന്നെ ആ വർഷം നടത്താൻ പറ്റില്ല. അപ്പം ദുഷിപ്പിനും മുഹൂർത്തം നോക്കാം, നല്ലതിനും മുഹൂർത്തം നോക്കാം, യുദ്ധം കുറിക്കണതിന് മുഹൂർത്തം നോക്കാം, യുദ്ധം അവസാനിപ്പിക്കണതിന് മുഹൂർത്തം നോക്കാം, എന്തിനും യുദ്ധം നോക്കാം. അപ്പോൾ ടൈമിംഗ് ഓഫ് ഈവൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യത്തിനെ കുറിച്ചിട്ടുള്ളൊരു ടൈമിംഗ് നോക്കാനാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എപ്പോൾ നടക്കുന്നറിയാനാണെങ്കിലും ഒക്കെ ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ കഴിഞ്ഞൊരു കാലത്ത് ഇത് എപ്പോൾ നടന്നു എന്നറിയാൻ ഉപയോഗിക്കാം. മനസ്സിലായോ? വേദത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ജ്യോതിഷം വരുന്നത് വേദിക് റിച്വൽസ് നടത്താനുള്ള ടൈം നോക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇറ്റ് വാസ് നെവർ മെൻറ്റ് ഫോർ ഫോർച്യൂൺ ടെല്ലിങ്. ഫലം നോക്കി ഫലം പറയാനായിരുന്നില്ല ജ്യോതിഷം. അതിന് വേണ്ടി അവർ ചെയ്തിട്ടുമില്ല. എങ്ങനെയാണ് അപ്പോൾ ഈ ടൈം നോക്കി പറയണത്? നമ്മൾ ചെയ്യുന്ന ഈ ചടങ്ങ്, വൈദിക ചടങ്ങ്, പ്രപഞ്ചത്തിൻ്റെ താളവുമായിട്ട് എലൈൻഡ് ആവണം, ഒത്തുപോകുന്ന ടൈമാണ് നല്ല മുഹൂർത്തം. പ്രപഞ്ചത്തിൻ്റെ ഋതത്തിൻ്റെ ഒപ്പം നമ്മൾ ചെയ്യണതിൻ്റെ ഋതം പോകുമ്പോൾ അത് പുഷ്ടിയാവും, ഇല്ലെങ്കിൽ കേടുവന്നു പോകും. ആ പ്രപഞ്ചത്തിൻ്റെ താളത്തിന് ഋതം എന്ന് പറയും. അതാണ് വേദം പറഞ്ഞത്, ഋതം സത്യം പരബ്രഹ്മം പുരുഷം കൃഷ്ണമിംഗളം. ഞാൻ എപ്പോഴും പറയില്ല, ധർമ്മം നിൽക്കുന്നത് ഈ താളത്തിലാണ്. ഈ താളത്തിന് ഒബ്സർവ് ചെയ്തിട്ട ഋഷിമാർ സത്യത്തെ കണ്ടെത്തിയത്. സത്യം പരം ധീമഹി നമ്മൾ പറഞ്ഞ ആന്തരിക സത്യം. ഈ ഒരു താളം കാണും, ഇതിൻ്റെ പുറകിൽ ഒന്നുണ്ടല്ലോ. അപ്പോൾ ആ താളം അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ താളത്തിനനുസരിച്ച്, പ്രപഞ്ച താളത്തിനനുസരിച്ച്, ഋതത്തിനനുസരിച്ച് മനുഷ്യൻ്റെ പ്രവൃത്തിയെ, കർമ്മത്തെ അലൈൻ ഹ്യൂമൻ കർമ്മ വിത്ത് കോസ്മിക് ഋതവും ഒന്നാണ് അല്ലേ? ഋതവും ഒന്നാണ്. സംസ്കൃതത്തിലാണ്, ഇംഗ്ലീഷിലാണെങ്കിൽ അതിൻ്റെ റൂട്ട് കിടക്കണം ഒന്നിലായതുകൊണ്ടാണ് താളത്തിന് അർത്ഥം വരുന്നത്. അപ്പോൾ കോസ്മിക് ആയിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ താളത്തിലേക്ക് മനുഷ്യൻ്റെ കർമ്മത്തിനെ അലൈൻ ചെയ്യുക, ചേർത്ത് കൊണ്ടുവരുന്ന എന്ത് വിദ്യയുണ്ടോ അതാണ് വേദത്തിലുള്ള ജ്യോതിഷം. ഇതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് പറയാനുള്ളത്. ശരത്തേട്ടന് ഇപ്പം
വേദത്തിൻ്റെ ഫ്രെയിം വർക്കിൽ ജ്യോതിഷം എവിടെയാണ് പ്ലേസ് ആവുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ ശരിക്കും ഈ ജ്യോതിഷം എന്ന് പറയുന്നത് പ്രൈമറിലി അതെന്താണ്, സ്പിരിച്വൽ ആണോ അതോ കൾച്ചറൽ ആസ്പെക്ട്സിലുള്ളതാണോ? അതൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? സോ ദാറ്റ് എല്ലാവർക്കും അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ. നമ്മളിപ്പം ടൈം നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, കണക്കാണ്, പ്രഡിക്ഷന് വേണ്ടിയിട്ടല്ല, ഫ്യൂച്ചർ ഇതിന് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞു. അപ്പം മാത്തമാറ്റിക്കൽ ആണോ, കൾച്ചറൽ ആണോ, സയന്റിഫിക്കലി ആണോ ഈ ആസ്ട്രോളജി ഫിറ്റ് ആവുന്നതെന്നുള്ളത്? സ്പിരിച്വലി ആണോ? സയൻസിന്റെ ഓട്ടോമാറ്റിക് മാത്തമാറ്റിക്സ് വന്ന അവിടെ സയൻസായി. അപ്പോൾ സ്പിരിച്വലി ആണോ ഇതിലാണോ? നല്ല ചോദ്യമാണ്, അസല് ചോദ്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷം എന്ന് പറയുന്നത് മൂന്നുമാണ്. സ്പിരിച്വലാണ്, ഓക്കെ, മാത്തമാറ്റിക്കലാണ്, കൾച്ചറലാണ്. കാരണം എന്താ വെച്ചാൽ അതായത് ആധ്യാത്മികമാണ്, ഗണിതമാണ്, അഥവാ ശാസ്ത്രം തന്നെയാണ്, സാംസ്കാരികമാണ്. ഇത് മൂന്ന് ഭാവങ്ങളും ജ്യോതിഷത്തിനുണ്ട്. എന്തുകൊണ്ട് ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനെ മുഴുവൻ ബോധത്തിൻ്റെ ഒരു മണ്ഡലമായിട്ടാണ് ജ്യോതിഷം കാണുന്നത്. ബോധത്തിൻ്റെ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഓഫ് കോൺഷ്യസ്നസ് ബ്രഹ്മമായിട്ടാണ്. ബ്രഹ്മം ബോധവസ്തുവായിട്ടാണ് കാണുന്നത്. നമ്മൾ നന്നായിട്ട് ഉറങ്ങിയിട്ട് സ്വപ്നം കാണാണ്ട് ഉറങ്ങി ഞാൻ എപ്പോഴും പറയാറില്ലേ, മനസ്സ് ഉണർന്നുണ്ടെങ്കിൽ സ്വപ്നം കണ്ടുണ്ടാവും. ഇത് മനസ്സും ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് ആരാ പറയണത് ഞാൻ സുഖമായിട്ട് ഉറങ്ങിയെന്ന്? അത് തിരിച്ചറിയുന്നൊരു വസ്തുണ്ട്, ബോധം. ആ ബോധം എന്ന് പറഞ്ഞാൽ ഇനാനിമേറ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ടംബ്ലറിൽ പോലും ഉണ്ടാവും, ഒരു കല്ലിലുണ്ടാവും. ആ ബോധത്തിൻ്റെ സർവത്ര വ്യാപനം നടത്തുന്നുണ്ട്. അങ്ങനെ വ്യാപിച്ചിരിക്കൊണ്ടാണ് അതിനെ വിഷ്ണു എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് അതൊരു ദൈവമല്ല എന്ന് മനസ്സിലായില്ലേ? ആ ഫീൽഡ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുകയാണ്. ആ ഫീൽഡ് ഓഫ് കോൺഷ്യസ്നസ് ആണ് ഈ കാണായ പ്രപഞ്ചം മുഴുവൻ ഫീൽഡ് ഓഫ് കോൺഷ്യസ്നസ്സാണ്. അതിൽ തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളനുസരിച്ച് മാറും. ഇപ്പോൾ അശോക് കാണുന്ന ലോകമല്ല ഞാൻ കാണുന്ന ലോകം, നമ്മൾ ഓരോരുത്തരും കാണുന്ന ലോകം വ്യത്യാസമാണ്. പക്ഷേ ഇതിൻ്റെ ആന്തരിക സത്വം ഒന്നാണ്. ജ്യോതിഷം അതിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത് ആധ്യാത്മികമാണ്, 100% ആധ്യാത്മികമാണ്. അതിൻ്റെ എല്ലാ ആചരണങ്ങളും ആത്യന്തികമായിട്ട് ഈ ബോധത്തിലേക്ക് നമ്മളെ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് അസ് ടു റീഡിസ്കവർ അവർ സെൽസ് ഓർ ഡിസ്കവർ അവർ സെൽസ് ഹൂ വി റിയലി ആർ. നമ്മൾ യഥാർത്ഥത്തിൽ ആരാന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ആധ്യാത്മികമാണ്. ഇത് അതിൻ്റെ ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നത് ഗണിതമാണ്. ചലനത്തിനെ മനസ്സിലാക്കാൻ അത് കണക്കിനെ ഉപയോഗിക്കുന്നു. ഏത് ചലനം? ഗോളങ്ങളുടെ ചലനം. അതിൻ്റെ ഇൻഫ്ലുവൻസുകൾ എത്രമാത്രം, അതിൻ്റെ വാരിയിങ് ഡിഗ്രി, എത്ര പെർസെൻറ്റേജ് ഓഫ് രശ്മിയാണ് ശനിയുടെ കിട്ടുന്നത് അല്ലെങ്കിൽ ഇന്ന ഗ്രഹത്തിൻ്റെ കിട്ടുന്നത്, അത് അതിൻ്റെ ടൂൾസ്, അതിൻ്റെ കാഴ്ചപ്പാടിൽ അത് കൃത്യമായിട്ട് സെലസ്റ്റിയൽ ഒബ്ജക്റ്റുകളും ഭൂമിയിലെ ലൈഫും തമ്മിലുള്ള ബന്ധത്തിനെ മാത്തമാറ്റിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യണം, മാത്തമാറ്റിക്കലി മെഷർ ചെയ്യണം, മാത്തമാറ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടത് ഗണിതമാണ്, മാത്സ് ആണ്. ഇനി അതിൻ്റെ അപ്ലിക്കേഷൻ എവിടെയാണ് പറയുന്നത്? വ്യക്തിയുടെ ജീവിതത്തിൽ, സമൂഹത്തിൻ്റെ നീക്കുപോക്കുകളിൽ, ചരിത്രത്തിൽ ഒക്കെ, ഉത്സവങ്ങളായിട്ടും ചടങ്ങുകളായിട്ടും അല്ലേ, വിവാഹം, എന്തുമായിട്ട്. നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ മുഹൂർത്തം നോക്കുന്നുണ്ട്. നമ്മൾ പറയാം അത് നമ്മുടെ ഒരു പേഴ്സണൽ അഫെയറാണ്. ഒരു വലിയ കോടീശ്വരൻ്റെ മകൻ്റെയോ മകളുടെ കല്യാണം നടക്കുമ്പോൾ ലോകം മുഴുവൻ അതറിയണു, ആൾക്കാർ മുഴുവൻ പോകുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ ആണെങ്കിലും സമൂഹം മുഴുവൻ പങ്കെടുക്കണു. അപ്പോൾ ഈവൻ ഈ ജ്യോതിഷം കൊണ്ട് നിർണ്ണയിക്കുന്ന സമയം പല കോണ്ടെക്സ്റ്റുകളിലും പല തരത്തിൽ പലവരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിർണ്ണയിക്കപ്പെടും. ഇപ്പോൾ ഒരു അമ്പലത്തിൽ ഉത്സവം എങ്ങനെയാണ്? മീനമാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ 3ാമത്തെ വെള്ളിയാഴ്ചയാണ് ഭാഗവതർ താലപ്പൊലി പറയും. അതെങ്ങനെയാണ് അത് വന്നത്? ജ്യോതിഷല്ലേ അതവിടെ കൊണ്ടുവരുന്നത്. അതിൽ 11 മണി ഇത്ര മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കണം. രാത്രി ഇത്ര ചേരം ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾ താലപ്പൊലി എടുത്തിട്ട് ദേവിയെ തിരിച്ചു കൊണ്ടുവരണം. ഇപ്പം തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവിലമ്മ പുറത്തേക്ക് പോകുന്ന സമയം, ചൂരക്കോട്ടുകാവിലമ്മ പാറമേക്കാവിൽ വന്നിട്ട് ഇരിക്കുന്നൊരു സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് പാറമേക്കാവിലമ്മ പുറത്ത് പോകണം. ചൂരക്കോട്ടുകാവിലമ്മ ഏൽപ്പിച്ചിട്ടാണ്, അമ്പലം ഏൽപ്പിച്ചിട്ടാണ് പാറമേക്കാവിലമ്മ പോകണം. അപ്പോൾ ചൂരക്കോട്ടുകാവിലമ്മ എത്ര മണിക്ക് പുറപ്പെടണം ചൂരക്കോട്ടുകാവുന്ന്? അല്ലേ? അതാരാ നിർണ്ണയിച്ചത്? കാരണവന്മാർ ചുമ്മാ ഒരു സൗകര്യത്തിന് നിർണ്ണയിച്ചല്ല. ആ ദേവി ചൂരക്കോട്ട് ഭഗവതി പുറത്തിറങ്ങേണ്ട ഒരു സമയം പണ്ട് ഏതോ ഒരു ജ്യോതിഷം നിർണ്ണയിച്ചിട്ടുണ്ട്. പാറമേക്കാവിലമ്മ ഇവിടുന്ന് പുറത്തേക്ക് പോകേണ്ട സമയം നിർണ്ണയിച്ചിട്ടുണ്ട്, തിരിച്ചു കയറേണ്ട സമയം നിർണ്ണയിച്ചിട്ടുണ്ട്. അല്ലേ? അപ്പോൾ ഉത്സവങ്ങൾ പോലും എന്തിലും സാംസ്കാരികമായിട്ടുള്ള സകലത്തിലും സമയം നോക്കണം. ആ കാലത്തിനെ, നമ്മുടെ ഋതത്തിനെ
മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, കർമ്മത്തിന് ഋതുവായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ നടക്കുമ്പോൾ അത് സാംസ്കാരികമായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് കൾച്ചറൽ ഓൾസോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൾച്ചറലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അതുകൊണ്ട് അത് ഒരേ സമയം തന്നെ എന്താ പറയുക, നമ്മുടെ സിവിലൈസേഷൻ ബിൽഡ് ചെയ്തതിൽ വലിയ റോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ജ്യോതിഷം. ഓക്കെ, ചിന്തിച്ചു നോക്കൂ, ഏത് മഹൽ കാര്യങ്ങൾ നടക്കുക. എന്തിന് മഹാഭാരത യുദ്ധത്തിന് മുഹൂർത്തം കുറിച്ചിട്ടാണ്. അതെ അതെ, പാർലമെന്റ് പുതിയ ബിൽഡിങ് ഇതാക്കണ മുഹൂർത്തം കുറിക്കണം. കുറ്റിയടിക്കാൻ ഏത് വലിയ റിഫൈനറി പണിയാൻ പോലും നമ്മൾ കുറ്റിയടിക്കുന്നു, സമയം നോക്കണം. ഒരു എന്താ പറയുക, ഒരു ബഹിരാകാശ പേടകം അയക്കാൻ നമ്മൾ ടൈം എന്തിനും ടൈം അലൈൻഡ് ആണോ നോക്കണു. ഇനി നമ്മൾ ജ്യോതിഷം വെച്ച് നോക്കിയില്ല, ഇനി നിങ്ങൾ ജ്യോതിഷത്തിന് ഇഷ്ടമല്ല, നിങ്ങൾ ബുദ്ധിജീവിയാണ്, നിരീശ്വരവൻ വിട്ടോളൂ, എന്നാൽ പോലും യു സ്റ്റിൽ ലുക്ക് അറ്റ് വാട്ട് വിൽ ബി എ ഗുഡ് ടൈം ടു സ്റ്റാർട്ട് ദിസ് പ്രോജക്റ്റ് ഇൻ യുവർ സ്റ്റൈൽ. നിങ്ങൾക്കത് എന്തായിരിക്കും? ഇപ്പോൾ ജ്യോതിഷത്തിലൊന്നും വിശ്വാസമില്ലാത്ത ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പറയും ഞായറാഴ്ച കല്യാണം വയ്ക്കാം, എല്ലാവർക്കും വരാൻ പറ്റുമല്ലോ, നോക്കിയിട്ട് എല്ലാവർക്കും വരാൻ പറ്റുന്നൊരു സമയത്ത് കല്യാണം. അതെ, യു ആർ ആക്ച്വലി പ്രാക്ടീസിങ് ജ്യോതിഷം. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് യു നോ, അതിന് ചില ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിൻ്റെ ബാക്കിംഗ് ഇല്ല. നിങ്ങളുടെ ഒരു പ്രാക്ടിക്കാലിറ്റിയുടെ ആ സെൻസിൻ്റെ മാത്രം ലോജിക്കൽ ഇതിലാണ്. ബട്ട് സ്റ്റിൽ യു ആർ പ്രാക്ടീസിങ് ജ്യോതിഷം, അല്ലേ? അപ്പോൾ ഇത് മുഴുവൻ 3 തലത്തിലും ഈ എന്താ പറയുക സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജ്യോതിഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ, ഇതൊരു ഹോളിസ്റ്റിക് തിങ്ങാണ്. കണക്കിന് അർത്ഥമുണ്ടാവുന്ന എന്തൊരു ശാസ്ത്രമുണ്ടോ അത് ജ്യോതിഷ. വെൻ മാത്സ് ബിക്കംസ് മീനിങ്, കണക്കൊരു അർത്ഥമുള്ളതായിട്ട് പറയാം. നമ്മൾ ഇതൊക്കെ എന്ത് അർത്ഥമില്ലാതെ കുറേ കണക്ക് പറഞ്ഞിട്ട് ചോദിക്കും, അല്ലേ? ജീവിതത്തിൽ നമ്മൾ സാറ് ഉപയോഗിക്കണം, വെറുതെ ഇരുന്ന് കണക്ക് പറയുക ചില കാര്യങ്ങളുടെ. ഇതല്ല, കണക്കിനൊരു അർത്ഥം ഉണ്ടാക്കുകയാണ്. ജീവിതത്തിലെ ഒരു നല്ല കാര്യം ചെയ്യാൻ, ജീവിതത്തിലെ ഒരു മോശം കാര്യത്തിനെ കളയാൻ, എന്തിനും ഒരു ടൈം ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഡിറ്റർമിൻ ചെയ്ത് ആ ടൈമിൽ അത് ഉപേക്ഷിച്ചാൽ പിന്നെ ആ മോശം തിരിച്ചു വരില്ല. ഒരു നല്ലത് ചെയ്താൽ അത് കാലാകാലത്തേക്ക് നിൽക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയും, വൃദ്ധിയോഗം എന്ന് പറഞ്ഞിട്ട് യോഗമുണ്ട്. ആ വൃദ്ധിയോഗമുള്ള ദിവസങ്ങളുണ്ട്. ഈ വൃദ്ധിയോഗമുള്ള ദിവസം നമ്മൾക്ക് സാധാരണക്കാർക്ക് പൊതുവിൽ അറിയില്ല. വൃദ്ധിയോഗമുള്ള ദിവസത്തിൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അത് 3 ഫോൾഡായിട്ട് വീണ്ടും വരും. അതുകൊണ്ട് ആ ദിവസം നല്ലത് ചെയ്യാൻ ശ്രമിക്കണം പറയും. ഫൈറ്റ് ചെയ്യരുത്, വെറുതെ ഡിപ്രസ്ഡ് ആവരുത്, കരയരുത്, കീറിപ്പറഞ്ഞ വസ്ത്രം ധരിക്കരുത് എന്നൊക്കെ പറയും. കാരണം എന്താ അറിയോ, ഇറ്റ് വിൽ ഓഗ്മെൻറ്റ്, ഇറ്റ് വിൽ ആംപ്ലിഫൈ. അപ്പോൾ ആ വൃദ്ധിയോഗമുള്ള ദിവസം തിരിച്ചറിഞ്ഞാലുള്ള ഗുണം എന്താ? എൻഡ് ഓഫ് ദി ഡേ നല്ല ഡ്രസ്സ് ചെയ്ത്, നല്ല വാക്ക് പറഞ്ഞ്, നല്ല ഭക്ഷണം കഴിച്ച് സമാധാനമായി സന്തോഷമായിട്ടിരിക്കാനല്ല എല്ലാ മനുഷ്യരും ആഗ്രഹിക്കണം. അതിന് ജ്യോതിഷം സഹായിക്കണേന് എന്തിനാ അത്ര കടന്ന് സങ്കടപ്പെടണം? അല്ലേ? ചെയ്തു നോക്കിയിട്ട് മതി. ഏതെങ്കിലും ഒരു ജ്യോതിഷൻ എവിടെ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രാക്ടീഷണേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് ചേരാത്ത ജാതകം ചേർത്തിയിട്ടും വീട്ടുകാർ പറയും ആ പെൺകുട്ടിയുടെ വീട്ടിൽ നല്ല ആസ്തിയാണ്, അല്ലെങ്കിൽ ആ പയ്യൻ്റെ വീട്ടിൽ ആസ്തിയാണ്, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ചേർത്തി തരണം എന്ന് പറഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ ആരാ ക്രിമിനൽസ്? എന്നിട്ട് ആ കുട്ടികളുടെ ജീവിതം നശിക്കുന്നു, അല്ലേ? അപ്പം ജാതകം ചേരാണ്ട് ചില വ്യക്തികൾ സുഖമായിട്ട് ജീവിക്കുന്നില്ല. എത്രയോ പേര് ജാതകം നോക്കാതെ വിവാഹം ചെയ്യണില്ല മറ്റു മതങ്ങളിലൊക്കെ. അതെങ്ങനെയാണെന്ന് ചോദിക്കും. ആ ചേർച്ചയ്ക്കായിട്ട് അവിടെ ഒരു കാരണം ഉണ്ടാവും. ചേരാത്തത് ചേരുന്നില്ല. എന്തിനും ജ്യോതിഷത്തിനെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ അതിന് കാരണം ആ ശാസ്ത്രത്തിൻ്റെ അപ്രമാദിത്വമോ അല്ലെങ്കിൽ ആ ശാസ്ത്രം എന്താ പറയുക ഹൈന്ദവ ഒരു സംഭവമാണ്, അതൊന്നുമല്ല. കാരണം ആ ശാസ്ത്രം പ്രകൃതിയെ നോക്കി പഠിച്ചതാ. ഏത് മതത്തിൽ ജനിച്ചവനാണെങ്കിലും പ്രകൃതിയിൽ നിന്ന് വിട്ടൊരു എക്സിസ്റ്റൻസ് അവനില്ല. പ്രകൃതിയാണ് ആദ്യത്തെ ദൈവം. അവളെ വിട്ടിട്ട് ഒരമ്മയും നമുക്കില്ല, കാമുകിയും നമുക്കില്ല, ശത്രുവും നമുക്കില്ല, മിത്രവും നമുക്കില്ല, പുത്രനും ഇല്ല, പുത്രിയില്ല, ഒന്നുമില്ല. എന്തുകൊണ്ടാണോ ഈ ദേഹം നിലനിൽക്കുന്നത് അത് അവളാ. ഈ ശരീരം പ്രകൃതിയാണ്. അപ്പം പ്രകൃതിയുടെ ഫോഴ്സുകളെ സൂക്ഷ്മമായിട്ട് കണക്കിൻ്റെ കാഴ്ചപ്പാട് കൂടെ പഠിക്കാൻ നോക്കിയ ഒരു ശാസ്ത്രമാണ്, ഒരു ബ്രാഞ്ച് ഓഫ് നോളജ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അത്. അത്രയും നമുക്കുണ്ട്. അതുകൊണ്ട് അത് സ്പിരിച്വലാണ്. ബിക്കോസ് നമ്മുടെ സ്വത്വം എന്താണെന്നത് മനസ്സിലാക്കി തരും. അത് ഗണിതമാണ്, യാതൊരു സംശയമില്ല. കാരണം അതുകൊണ്ടാണ് നമുക്കിതിനെ എന്താ പറയുക പ്രഡിക്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. 3 അതിൻ്റെ അപ്ലിക്കേഷൻസ് മുഴുവൻ കൾച്ചറിലാണ്. മൂന്നിൻ്റെയും കോമ്പിനേഷൻ ഹോളിസ്റ്റിക് ആണ്. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സയൻസാണ് ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് കറക്റ്റ്ലി.
അത് സയൻസ് തന്നെയാണ്, യാതൊരു സംശയമില്ല. വൈസ്ലി യൂസ് ചെയ്ത ഒരു കില്ലർ ഞാൻ എലമെന്റ്. നേരത്തെ പറഞ്ഞ കയ്യിലിരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ കാറ്റഗറി പെടാനാണ്, മാലയുടെ കാറ്റഗറിയിലല്ല. പക്ഷെ ഇത് പഠിച്ചാൽ ഈ മാലയിലേക്ക് എത്താം. സരസ്വതിയുടെ കയ്യിൽ ഈ പുസ്തകത്തിൽ പഠിച്ചാൽ ഈ മാലയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ശാഖയാണ്. നമ്മുടെ മറ്റ് ശാസ്ത്ര ശാഖകൾ ഇപ്പോൾ ഒരു ടെക്നോളജി, മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന ടെക്നോളജി പഠിച്ചത് കൊണ്ട് നമുക്ക് മോക്ഷം കിട്ടില്ല. അവനവനെ സെൽഫ് ഡിസ്കവറി ഇല്ല. പിന്നെ കുറച്ച് ബുദ്ധിയുള്ളവൻ ഞാൻ ഈ ഫോൺ കൊണ്ട് എങ്ങനെ നശിച്ചുകൊണ്ടിരിക്കണമെന്ന് ചിലപ്പോൾ തിരിച്ചറിയും, അത്രേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ മെത്തേഡ്സ് വെച്ച് അറിയില്ല. പക്ഷെ ജ്യോതിഷം അങ്ങനെയല്ല. ജ്യോതിഷം നമ്മളെ പഠിപ്പിക്കും. എന്ത് നീ ചെയ്തതുകൊണ്ടാണ് ഇന്നത്തെ അവസ്ഥയിലായത്, എന്ത് ചെയ്താൽ നിനക്ക് ഈ ശരീരം ഇനി ഇല്ലാത്ത ഈ ചക്രത്തിലേക്ക് വരാതെ കഴിക്കാം, എങ്ങനെ ഈ കടൽ തീരത്ത് കിടക്കണ വെറും തുള്ളിയായിട്ടുള്ള നീ ആ കടലിലേക്ക് വീണ് കടലന്നായിട്ട് മാറുന്ന ഐഡൻറ്റിറ്റിയിലേക്ക് മാറാം. കടൽ തീരത്ത് കിടക്കണ തുള്ളിയാകുമ്പോഴേ ഞാൻ തുള്ളിയാണെന്ന് പറയുള്ളൂ. വേറൊരു തുള്ളി, അതൊരു തുള്ളി, ഞാനൊരു തുള്ളി. കടലിൽ വീണ ഞാൻ കടലാണെന്നല്ലേ എല്ലാവർക്കും ഐഡൻറ്റിറ്റി ഉള്ളൂ. അതിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ബ്രിഡ്ജിങ് ഉണ്ട്. അതുകൊണ്ട് ജ്യോതിഷം ഒരു ബ്രിഡ്ജും കൂടിയാണ്. ഇൻ എ സ്പിരിച്വൽ വേ, ഇൻ എ മാത്തമാറ്റിക്കൽ വേ ആൻഡ് ഇൻ എ കൾച്ചറൽ വേ. ബ്യൂട്ടിഫുള്ളി പ്രസന്റഡ് ആക്ച്വലി. അല്ല, ഞാൻ പറയണെന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോൾ അതൊരു കറക്റ്റായിട്ട് പറയണേ, ഇല്ലെങ്കിൽ കാര്യമില്ല. അതെ. ശരത്തേട്ടൻ നേരത്തെ പഞ്ചാംഗം എന്താണ്, അതിൻ്റെ 5 അംഗങ്ങൾ പറഞ്ഞായിരുന്നു. അതെങ്ങനെയായിരുന്നു ആദ്യം അത് വന്നത് എന്നും കൂടെ പറഞ്ഞായിരുന്നു. ഇപ്പം ഇത് ഈ ജ്യോതിഷമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പഞ്ചാംഗം എങ്ങനെയാണ്? അതൊരു ടെക്സ്റ്റ് ബുക്ക് മാത്രമായിട്ടാണോ റിഫർ ചെയ്യുന്നത്, അതോ ഇപ്പം നേരത്തെ ജ്യോതിഷം നോക്കിയിട്ട് ടൈം പറയുന്നു, അതിൻ്റെയൊക്കെ റെഫറൻസ് പോയിന്റ് ഈ പഞ്ചാംഗത്തിൽ നിന്ന് തന്നെയാണോ വരണത്? അതെങ്ങനെയായിരിക്കും ജ്യോതിഷവും പഞ്ചാംഗവും കൂടെ? ഞാൻ പറഞ്ഞത് അത് പഞ്ചാംഗത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇതൊരു ബേസിക് ടൂളാണ്. പഞ്ചാംഗം എന്ന് പറയുന്നത് ഒരു ബേസിക് ടൂളാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കറി ഉണ്ടാക്കുകയാണ്. കറിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണെങ്കിലും കത്തിക്കാൻ തീ വേണം, പാത്രം വേണം, ഇളക്കാനോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം വേണം. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കമ്പോണൻസ്. പിന്നെ വെള്ളം വേണം, അതിലിടാനുള്ള പൊടികളോ വല്ലതും വേണം, അതിലിടാനുള്ള കായ്കറികളോ എന്താ വെച്ചാൽ വേണം. പിന്നെ ഉപദംശങ്ങളായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ട എന്തെങ്കിലും ഒരു സാധനം, അത് എക്സ്ട്രയാണ്. ഇതുപോലെ ഏത് കാര്യത്തിനും ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ജ്യോതിഷത്തിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഇരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എടുത്താൽ അതിലത്തെ ഫസ്റ്റ് സെറ്റാണ് പഞ്ചാംഗം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ തിഥി, വാരം, നക്ഷത്രം, യോഗം, കരണം, യോഗം, ഇത്രയും പറഞ്ഞത്. പിന്നെ പ്ലാനറ്റ്സ് വരും, ഗ്രഹാദികളൊക്കെ വരും. പിന്നെ ജ്യോതിഷത്തിൻ്റെ ബാക്കിയുള്ള അംഗങ്ങളായിട്ടുള്ള മുഹൂർത്ത നിമിത്താദികൾ, ഇങ്ങനത്തെ ഒക്കെ, ഇതൊക്കെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസിൽ പെടുന്നൊരു സാധനമാണ്. അതിൽ നമുക്ക് ഈ പഞ്ചാംഗത്തിനെ മാത്രം നമ്മൾ ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ഫിംഗർ പ്രിൻ്റാണ് അറ്റ് എനി ഗിവൺ ടൈം. ഇപ്പോൾ ഉള്ള ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എൻറ്റയർ പ്രപഞ്ചം എന്നല്ല. അശോകനെ സംബന്ധിച്ചിടത്തോളം അശോകൻ്റെ പ്രപഞ്ചം, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രപഞ്ചം. നമ്മളിപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത്. നമ്മളെ അറിയണം 100 പേർക്ക് ഉണ്ടെങ്കിൽ ആ 100 പേർക്ക് ഇപ്പം ഞാനും അശോക് എവിടെ ഇരിക്കണമെന്ന് അറിയില്ല. നമ്മൾ ഈ മുറിയിൽ ഈ എൻക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് വേറെ 2 പേർക്ക് മാത്രമാണ് നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ഇപ്പം അറിയണത്, അല്ലേ? അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തു, ആ ഒരു ടൈം ആൻഡ് സ്പേസിൽ നമ്മൾ ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ള ഒരു നോളജ് ഉണ്ട്, അല്ലേ? ഇൻ ദ ലാർജർ പിക്ചർ ഓഫ് യൂണിവേഴ്സ് വേർ വി സ്റ്റാൻഡ് അറ്റ് ദിസ് മൊമെൻറ്റ്, ഈ നിമിഷത്തിൽ പ്രപഞ്ചത്തിൻ്റെ വലിയ കാഴ്ചപ്പാടിൽ നമ്മൾ എവിടെ ഇരിക്കണത്, അതിൻ്റെ ഫിംഗർ പ്രിൻ്റാണ് പഞ്ചാംഗം. ഓക്കെ, കാരണം അതറിഞ്ഞു കഴിഞ്ഞാലാണ് അതറിയുമ്പോഴാണ് നമ്മൾ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അറിഞ്ഞിട്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് അതിനനുസരിച്ച് ടൈലർ ചെയ്താൽ നമുക്ക് ഒരുപാട് ഗുണം കിട്ടും. അതുകൊണ്ട് ആസ്ട്രോളജി പൊതുവിൽ ഫലഭാഗം പറയുമ്പോൾ നാളെ നടക്കാണ്ടിരിക്കുന്ന ഒരു കാര്യവും കഴിഞ്ഞു പോയ നമ്മുടെ കാലത്തിൻ്റെ ഒരു കാര്യവും, അത് ഫ്യൂച്ചറും പാസ്റ്റും ഭാവിയും ഭൂതവും പറയുമ്പോൾ പഞ്ചാംഗം നമ്മളെ ഈ മൊമെൻറ്റിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്നു. പ്രസന്റ് മൊമെന്റിൽ ഇറ്റ് ഫോഴ്സസ് യു ടു ലിവ് ഇൻ ദിസ് മൊമെൻറ്റ്. ദ പവർ ഓഫ് നൗ എന്ന് നമ്മൾ പറയുന്നില്ല എക്കാർട്ടോളം. ശരിക്കും പവർ ഓഫ് നൗവിൻ്റെ ഏറ്റവും വലിയ ടൂളാണ് പഞ്ചാംഗം. ഇത് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് പഞ്ചാംഗത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു
ആ ഒരു കോൺടാക്ട് ഒരു ഇത് വരുന്നത്. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ ഞാനിങ്ങനെ അശോക് ഇത് മുമ്പ് എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയണം എന്നിങ്ങനെ കരുതി ഞാൻ നോട്ട് ചെയ്തു കൊണ്ടെന്നാണ്. കാരണം എന്താ വെച്ചാൽ ഇത് വളരെ രസമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള സമയം ശ്വാസം എടുക്കുന്നുണ്ട്, ബ്രീത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്വാസം എടുക്കണം വരെ സമയം ശ്വസിക്കുന്നുണ്ട്. സമയത്തിൻ്റെ ശ്വാസമാണ് പഞ്ചാംഗം. സമയത്തിൻ്റെ ശ്വാസം എടുക്കലാണ്. കാരണം നമ്മൾ തന്നെ ശ്വാസം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ സെക്കൻഡിലുള്ള ശ്വാസം പോലെ അല്ല അടുത്ത സെക്കൻഡിലെ ശ്വാസം. ലെങ്ത്തുകളിൽ വാരിയിങ് വരുന്നുണ്ട്. നമ്മുടെ സന്തോഷമോ ദുഃഖമോ നമ്മുടെ ഇമോഷൻ സെൻസ് മാറി. അപ്പോൾ വെൻ ടൈം ബ്രീത്ത്സ്, ആ ടൈമിൻ്റെ ബ്രീത്തിങ്ങിനെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ പഠിക്കണ ഇപ്പോൾ ഇത്ര ലെങ്ത് ഉണ്ട് അല്ലെങ്കിൽ ഇന്നതാണ്. ആ നോക്കി പഠിച്ചിട്ടുള്ള അറിവുണ്ടല്ലോ, അതാണ് പഞ്ചാംഗം എന്ന് പറയുന്നത്. അപ്പോൾ പ്യുവർലി ഈ പ്രസൻറ്റ് ടൈമിൽ ഇപ്പോൾ ഈ ഗിവൺ മൊമെൻറ്റിലുള്ള സമയത്തിനെ മനസ്സിലാക്കാനുള്ള പഴയ കാലത്ത് ഋഷിമാർ, അത് ആധുനിക കാലത്തേക്കാണെങ്കിലും ഇനി വരാണ്ടിരിക്കണ ഏത് കാലത്തേക്കാണെങ്കിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും വെച്ചിട്ട് അവരുണ്ടാക്കിയതാണ് പഞ്ചാംഗം. നമുക്ക് പറയാം. കുറച്ചുകൂടെ പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക, ഈ ശ്വാസം നോക്കിയാൽ നമ്മൾ പറയില്ലേ, നീ എന്താ കഥയ്ക്കണേ, ടെൻഷൻ വല്ലതും ഉണ്ടോ, എന്താ വേർക്കണേ എന്നൊക്കെ ചോദിക്കും. നമ്മൾ ശ്വാസം ശ്രദ്ധിച്ചിട്ട് തന്നെ ചിലവരോട് ചോദിക്കും, ഭയങ്കര സന്തോഷത്തിലാണല്ലോ, അത് കരിയാണോ. നമ്മൾ ഏങ്ങൽ എന്ന് പറയുന്നത് പോലും ശ്വാസത്തിൻ്റെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ സമയത്തിൻ്റെ ശ്വാസത്തിനെ നോക്കിയാൽ സമയത്തിൻ്റെ മൂഡ് എന്താണെന്ന് മനസ്സിലാവും. ക്വാളിറ്റേറ്റീവ് മൂഡ് സമയത്തിൻ്റെ ആ മൂഡ് എന്താണെന്ന് മനസ്സിലായാൽ അതിനനുസരിച്ച് നമ്മൾ പെരുമാറിയാൽ മതി. കാരണം സമയത്തിൻ്റെ ക്വാളിറ്റേറ്റീവ് മൂഡാണ് ഋതം. പ്രപഞ്ചത്തിൻ്റെ താളം അറിയുന്നത് സമയത്തിലാണ്. അതിൻ്റെ മൂഡ് അനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രവൃത്തിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഇപ്പോൾ അയാളടുത്ത് ചോദിക്കാൻ പറ്റില്ല, അയാൾ ഇത്തിരി ചൂടായിട്ടിരിക്കുന്ന സമയമാണ്, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ശരിയാക്കി തരാം കേട്ടോ, ഞാൻ സംസാരിക്കാം. നമ്മളത് അലൈൻ ചെയ്യാണ്. അതേപോലെ സമയത്തിനോട് നമ്മളങ്ങോട്ട് അലൈൻ ചെയ്യണം. സമയത്തിൻ്റെ മൂഡിനനുസരിച്ച് നമ്മളെ അലൈൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന എന്തുണ്ടോ അത് പഞ്ചാംഗം. അങ്ങനെ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ പഞ്ചാംഗത്തിൽ മറ്റേ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ടൈം സ്റ്റാമ്പിങ് നോക്കുമ്പോൾ അങ്ങനെ അതിനുവേണ്ടി സ്പെസിഫിക് ആയിട്ട് യുണീക്ക് ആയിട്ടൊരു ടൈം സ്റ്റാമ്പിങ് ഉള്ള ഒരു മെറ്റീരിയൽ ആണോ ഈ പഞ്ചാംഗം എന്ന് പറയുന്നത്? അല്ല, കാരണം പഞ്ചാംഗം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതിന് കാരണം എന്ന് വെച്ചാൽ പഞ്ചാംഗം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഗോളങ്ങളുടെ ചലനത്തിൻ്റെ മാത്സ് അനുസരിച്ചാണ്. ഓക്കെ. ആ മോഷൻസ് ഇറഗുലറാണ്. ശനി ഇപ്പോൾ പോകുന്ന സ്പീഡായിരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ, ഭൂമി ഇപ്പോൾ പോകുന്ന സ്പീഡായിരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ, അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്ലാനറ്ററി മൂവ്മെൻറ്റുകൾ ഇറഗുലർ ആയതുകൊണ്ട് ഇതൊരു ഫിക്സഡ് പാറ്റേണിൽ നമുക്ക് പഞ്ചാംഗം ഉണ്ടാക്കാൻ പറ്റില്ല. പഞ്ചാംഗം ഒരു കോസ്മിക് DNA സ്ട്രാൻഡാണ് ശരിക്കും. ആ ഒരു ഗിവൺ മൊമെൻറ്റിൽ അത് യുണീക്കാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു ദിവസത്തിന് ജനറലായിട്ട് നമ്മൾ പഞ്ചാംഗം പറഞ്ഞാലും പഴയ കാലത്ത് കാരണവന്മാരോ അല്ലെങ്കിൽ അറിവുള്ളവരോ അവർക്കറിയാം അന്നത്തെ തിഥി എന്താ, വാരം എന്താ, കാരണം എന്താ, അതൊക്കെ അറിഞ്ഞാലും ഒരു കാര്യത്തിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പഞ്ചാംഗം എടുത്തിട്ട് അപ്പോഴത്തെ സമയം വെച്ചിട്ട് അവരൊന്ന് മറിക്കും. എന്നിട്ട് സൂര്യനെ നോക്കും, ചന്ദ്രനെ. ആ ഗിവൺ മൊമെൻ്റ് എന്താണെന്ന് അറിയാനാണ്. അതുകൊണ്ട് നമുക്കതിനെ ഒരു ജനറലൈസ്ഡ് ടെംപ്ലേറ്റിൽ കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റില്ല. ഓരോ സെക്കൻഡിലും പഞ്ചാംഗം വ്യക്തിക്കും സ്ഥലത്തിനും ടൈം സോണിനും ഒക്കെ അനുസരിച്ച് മാറ്റമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഗ്രഹം എങ്ങനെയാണ്, ഇപ്പോൾ ഞാൻ പറയാം തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ അല്ലെങ്കിൽ പാലക്കാടോ കോഴിക്കോടോ കേരളത്തിലാണ്, കേരളത്തിലൊക്കെ ഒറ്റ പഞ്ചാംഗം എന്ന് പറഞ്ഞിട്ട് ശരിക്കും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. തമിഴ്നാട്ടിലേക്ക് പറയാൻ പറ്റില്ല. ഓരോ സ്ഥലത്തിനും ഒരു യുണീക്ക് DNA ഉണ്ട്, ഒരു പ്രിൻ്റുണ്ട്. ആ പ്രിൻറ്റിലാണ് പഞ്ചാംഗം നിൽക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പഞ്ചാംഗം ഉണ്ടാക്കാൻ പറ്റില്ല, അത് ഹ്യൂമൻലി പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജനറൽ സ്ട്രക്ചേഴ്സ്, ജനറൽ ടൈം സോണുകൾക്ക് ജനറൽ മൂവ്മെൻറ്റുകൾ വെച്ച് IST എന്ന് പറഞ്ഞിട്ടൊരു ടൈം സോണിൻ്റെ ആ ടൈം സോണിനുള്ള പഞ്ചാംഗം ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കണു. ഇപ്പോൾ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾക്ക് EST അല്ലെങ്കിൽ PST എന്ന് പറഞ്ഞിട്ട് ഇതിനെ അഡാപ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ ഏകാദശി അവർക്ക് വേറൊരു സമയത്താണ് വരിക, അവരുടെ പാരണം മുറിക്കേണ്ടത് വേറൊരു സമയത്താണ് വരിക എന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഒരു കോസ്മിക് തലത്തിലുള്ള ഒരു എന്താ പറയുക, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി അതൊരു യുണീക്ക് ടൈം സ്റ്റാമ്പാണ്. എൻ്റെ പ്രപഞ്ചത്തിന് എന്ന് സത്യസന്ധമായിട്ട് പറയാൻ പറ്റില്ല. ഓരോ പോയിന്റിലും ഓരോ വ്യക്തിക്കും അയാൾ ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ചിട്ട് പോലും പഞ്ചാംഗത്തിന് വേരിയേഷൻ ഉണ്ട്, ശരിക്കും സൂക്ഷ്മതലത്തിൽ ചിന്തിച്ചാൽ. പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കാനോ അറിയാനോ ഉള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ടൂൾസ് അത്ര ഭീകരമാണ്.
നമുക്കതിനെടുത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് നമ്മൾ ഇത്ര സൂക്ഷ്മമായിട്ട് കണ്ടുപിടിക്കുക, മൈക്രോസ്കോപ്പിക് ലെവലിൽ? എന്നാലും പണ്ടത്തെ കാലത്തുള്ളവർ ഒന്ന് മറിച്ച് നോക്കും. അവർ നോക്കി അവരുടെ അന്നത്തെ കണക്കുകൾ വെച്ചിട്ട് അവരത് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ചേട്ടൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തോന്നിയാണ്. അപ്പോൾ നമ്മുടെ സൗത്തിൽ തന്നെ തമിഴ്നാട്ടിലുണ്ട്, തെലുങ്ക് ദേശത്തുണ്ട്, കേരളത്തിലുണ്ട്. ഇവർക്കൊക്കെ സെപ്പറേറ്റ് പഞ്ചാംഗങ്ങളായിട്ടുണ്ടോ അതോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാംഗം വ്യത്യാസമുണ്ടല്ലോ. ആന്ധ്രയിലുള്ള ചില നമ്മുടെ കോമൺ ഉത്സവങ്ങൾ അവർക്ക് വേറെ അല്ലേ. ഇപ്പോൾ വൈഖാനസക്കാർക്ക്, ഇപ്പം ഞങ്ങൾക്ക് കൽപ്പാത്തി ഗ്രാമത്തിൽ വൈഖാനസമാണ് നമ്മുടെ അവിടുത്തെ മഹാവിഷ്ണുവിന്. അഷ്ടമിരോഹിണി ചിലപ്പോൾ വ്യത്യാസം വരാറുണ്ട്. ചില വ്രതങ്ങൾ വ്യത്യാസം വരാറുണ്ട്. കാർത്തിക വ്യത്യാസം വരണു. എന്തിന്? അതേ പഞ്ചാംഗം പിന്തുടരുന്ന തമിഴ്നാട്ടിൽ ഇന്നലെയാണ് കാർത്തികയെങ്കിൽ ഇന്ന് കാർത്തിക കേരളത്തിൽ വരാറുണ്ട്. അതെ അതെ അതെ. അത്രയും റീജിയണൽ വേരിയേഷൻസ് വരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിനെ ഒരു യൂണിഫൈഡ് കോഡിൽ കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ, എന്തുകൊണ്ട് ഈ സനാതനധർമ്മത്തിനെയും സനാതനധർമ്മത്തിൻ്റെ അംഗങ്ങളായിട്ട് ഇതിനെയൊക്കെ നമ്മൾ പറയും നമുക്കൊന്നും യൂണിഫൈഡ് അല്ല, നമ്മൾ 100,000 എന്താണ് ചെതറിക്കിടക്കണം പറഞ്ഞിട്ട് നിലവിളിക്കാറുണ്ട്. കണ്ണു തുറന്ന് നോക്കിയാൽ മനസ്സിലാവും ഇത് പ്രകൃതിയോട് അലൈൻഡ് ആയിട്ടിരിക്കണോണ്ടാണ്. പ്രകൃതിയിൽ എന്താ യൂണിഫോം? പ്രകൃതിയിൽ ഒന്നും യൂണിഫോം ഇല്ല. പ്രകൃതിയിൽ ഒരു സെൻട്രൽ ത്രെഡ് ഒറ്റൊന്നേ ഉള്ളൂ, എല്ലാറ്റിൻ്റെ ഉള്ളിൽ ഒരു ശക്തിയാണെന്നുള്ളത്. അത് സനാതനധർമ്മം പറയുകയും ചെയ്യുന്നുണ്ട്. ബാക്കി അതിൻ്റെ പുറത്തെ മാനിഫെസ്റ്റേഷൻസ് മുഴുവൻ ചേഞ്ച് ചെയ്യും. ഇപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനിൽ തന്നെ എത്ര തരക്കാരാ, അതിലെത്ര രാജ്യക്കാരാണ്, അതിലെത്ര സംസ്ഥാനക്കാരാണ്, ആ സംസ്ഥാനക്കാരിൽ തന്നെ എത്ര ദിക്കുകാരാണ്, തെക്കൻ ദിക്ക്, വടക്കൻ ദിക്ക്, മധ്യ കേരളം, അല്ല ഇപ്പോൾ കേരളം പറഞ്ഞാൽ തന്നെ അതിൽ തന്നെ എത്ര ജാതികൾ, അതിൽ തന്നെ സ്ത്രീ പുരുഷന്മാർ തന്നെ എത്ര ടൈപ്പിൽപ്പെട്ടവർ. ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ നമ്മൾക്കൊരു കോമൺ ചട്ടക്കൂടിലേക്ക് ഇതിനെ അടിച്ചു കയറ്റാൻ പറ്റും? സാധിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഏതോ ഒരു കാലത്ത് ഏതോ ഒരു ഗുരുനാഥൻ ജീവിച്ചിരുന്നു, അപ്പോൾ അങ്ങോര് പറഞ്ഞത് ഇന്ന രീതിയാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ കാലിനെ ചെരുപ്പിനനുസരിച്ച് മുറിക്കണ രീതിയാണെന്ന് കൊണ്ടു നടക്കണത്. നോക്കൂ, ഗുരു ഒന്നേ ഉള്ളൂ, അത് പ്രകൃതിയാണ്. ഈ ബാക്കിയുള്ള ഗുരുക്കന്മാരൊക്കെ പ്രകൃതിയുടെ മാനിഫെസ്റ്റേഷൻസാണ്. കാലാകാലങ്ങളിൽ അതാത് കോണ്ടെക്സ്റ്റുകളിൽ അവർ പറഞ്ഞത് ശരിയായിരുന്നു. അത് എല്ലാ കാലത്തും കറക്റ്റാണെന്ന് യാതൊരു നിർബന്ധമില്ല. അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് ഇന്ന് ഈ മതഭ്രാന്തിൻ്റെ അവസ്ഥകളൊക്കെ ഉണ്ടായത്. അപ്പം ജ്യോതിഷത്തിൻ്റെ കാര്യത്തിൽ, ജ്യോതിഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി അത്ര റെസ്പെക്റ്റ്ഫുള്ളി കാണുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് അതിന് ഇത്ര ചീത്ത കേൾക്കണത്. അത് പ്രകൃതിയുടെ വൈവിധ്യത്തിനെയും അതിൻ്റെ അസ്ഥിരതയും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സയൻസാണ്. സമയം തന്നെ അസ്ഥിരതയുടെ ഹൈറ്റാണ് സമയം. അത് നിൽക്കുന്നില്ലല്ലോ, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. അതിന് എവിടെയൊക്കെയോ ചില പോയിൻ്റ് ഓഫ് റെഫറൻസുകൾ വെച്ചിട്ട് നമ്മൾ പറയണു, ക്രിസ്തുവിന് ഇത്ര വർഷം മുമ്പ്, ക്രിസ്തുവിന് ഇത്ര വർഷം ശേഷം, അല്ലെങ്കിൽ കൊല്ലത്ത് ശങ്കരാചാര്യ സ്വാമികളുടെ സർവജ്ഞപീഠം കയറിയ കൊല്ലത്തിന് ശേഷം, അതിന് മുമ്പ് പിമ്പ്, അല്ലെങ്കിൽ ഇന്ന ആക്രമണകാരി ഇവിടെ പടയോട്ടത്തിന് മുമ്പ്, പടയോട്ടത്തിന് പിമ്പ്. സോ നമ്മളങ്ങനെ കുറേ റെഫറൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ്, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം, അല്ലേ? നമ്മൾ എന്തും അങ്ങനെയല്ലേ പറയണത്. നമുക്ക് എന്തിനും ഒരു പോയിന്റ് ഓഫ് റെഫറൻസ് വേണം. നമ്മളൊക്കെ സമയത്തിൽ ഡിപ്പെൻഡൻ്റാണ്. പാവം മഹർഷിമാർ ലോകനന്മയ്ക്ക് വേണ്ടി ആ സമയത്തിൻ്റെ ഡിപ്പെൻഡൻസിക്ക് ഒരു ചട്ടക്കൂടുണ്ടാക്കി. ആ ചട്ടക്കൂടുണ്ടാക്കിയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അതിനവരെ ചീത്ത വിളിക്കണ്ട, അന്ധവിശ്വാസം പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് പിമ്പ് എന്ന് പറയണ്ടെങ്കിൽ അതേമാതിരി തന്നെയാണ് അതും. അത് അന്ധവിശ്വാസമാണ്, ഇതും അന്ധവിശ്വാസമാണ്. ഭാരതത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് പിമ്പ് പറഞ്ഞത് അമേരിക്കയിൽ ഒരുത്തിന് അപ്ലിക്കബിൾ ആണോ? ഇംഗ്ലണ്ടിൽ ഒരുത്തിന് അപ്ലിക്കബിൾ ആണോ? പക്ഷെ പഞ്ചാംഗം എല്ലാവർക്കും അപ്ലിക്കബിളാണ്. അവനത് അറിഞ്ഞാലും ഇല്ലെങ്കിലും അവനത് അപ്ലിക്കബിൾ ആണ്. അതാണ് വ്യത്യാസം.